വിശുകായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അടുത്തതിലേക്ക് സ്വാഗതം. ജൂൺ മാസം 1-ാം തീയതി നമ്മൾ തിരുഹൃദയ മാസത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ മാസം തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. തിരുഹൃദയ പ്രതിഷ്ഠ നവീകരിക്കുകയും തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണല്ലോ ഈ ജൂൺ മാസം. ഇവിടെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ ഒന്ന് നോക്കാം. നമ്മുടെ എല്ലാ വീടുകളിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. എന്താണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ഒരു രൂപമാണ്. നമ്മൾ എപ്പോഴും നോക്കുകയും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും യാത്ര പറഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. ആ രൂപത്തിൻ്റെ പ്രത്യേകത ഇന്നേ ദിവസം നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം. നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ ഈശോയുടെ ഹൃദയം പുറത്ത് കാണിക്കുകയാണ്. ഈശോ ഹൃദയം കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മനുഷ്യർക്ക് ആർക്കും ഹൃദയം കാണിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട എൻ്റെ തിരുഹൃദയം. ഈ ഹൃദയം നിങ്ങൾ കാണുക. ആ ഹൃദയത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുൾമുടിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ട ഒരു ഹൃദയമാണ്. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്തം ചിന്തി നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോയുടെ ഹൃദയമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ നൽകിയ കർത്താവിൻ്റെ ഹൃദയം, ആ ഹൃദയം നമ്മുടേതാണ്. ആ ഹൃദയത്തിൽ നമുക്കും സ്ഥാനമുണ്ട് എന്ന് ഈ ജൂൺ മാസത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ഹൃദയം പുറത്ത് കാണിച്ചുകൊണ്ട് പറയുന്നത്, ഈ ഹൃദയത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഷോൺസ്റ്റാട്ടിൻ്റെ ആധ്യാത്മികതയിൽ ഹൃദയത്തിൽ പേരെഴുതുക, ടു റൈറ്റ് ഇൻ ദ ഹാർട്ട്, അത് ഷോൺസ്റ്റാട്ടിൻ്റെ ആധ്യാത്മികത വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ പേരുകൾ എഴുതപ്പെട്ടവരാണ് ഷോൺസ്റ്റാട്ടിൻ്റെ മക്കൾ എന്നാണ് നമ്മൾ പറയുക. നമ്മൾ സ്നേഹോടമ്പടിയിലൂടെ നമ്മൾ വളരേണ്ടത്, ഷോൺസ്റ്റാട്ടിൻ്റെ മക്കളായിട്ട് വളരുന്നത് ഈശോയുടെ ഹൃദയത്തിൽ പേരെഴുതപ്പെട്ട വ്യക്തികളായിട്ടാണ്. അത് കല്ലിൽ കുത്തിവെക്കുന്നത് പോലെയാണ് എന്നാണ് ഷോൺസ്റ്റാട്ടിൻ്റെ സ്ഥാപകനായ കെൻഡിഗച്ചൻ പറയുന്നത്. കല്ലിൽ കൊത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അത് മാറിയല്ല, അതെപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പരിശുദ്ധാമ്മയുടെ ഹൃദയത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടാൽ അത് മാറുകയില്ല. അതുപോലെ തന്നെയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം, എൻ്റെ പേരുകൾ അവിടെ ലിഖിതം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ ഉണ്ട്. നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാം. എനിക്കറിയാവുന്ന ഒരു കുടുംബം, അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. എല്ലാ ദിവസവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു. ഇന്ന് നല്ല നിലയിൽ ആ കുടുംബം എത്തി. എങ്ങനെയാണ് ആ നിലയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ, ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിലുള്ള നിശബ്ദമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു സമാധാനപരമായി സന്തോഷപരമായി ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ ആവശ്യം? എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് പഠിച്ച ആ സുഹൃത ജപം ഈ ജൂൺ മാസത്തിൽ നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാകട്ടെ. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ചെറുപ്പം മുതൽ പഠിച്ച ഈ തിരുഹൃദയത്തോടുള്ള ഈ സുഹൃദൈവം നമുക്ക് ഉരുവിടാം. ഈശോയുടെ തിരുഹൃദയം പോലെ തന്നെ നമ്മുടെ ഹൃദയവും ആയി തീരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.